ഇത്രയും നാൾ ബാലയ്ക്കെതിരെ എലിസബത്ത് ആയിരുന്നു വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ എലിസബത്തിനെതിരെ വെളിപ്പെടുത്തലുകളുമായി കോകില. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം. നടൻ ബാലയുടെ മുൻ പങ്കാളിയായിരുന്ന ഡോക്ടർ എലിസബത്തിനെതിരെ വെളിപ്പെടുത്തലുകളായി ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യ കോകിലയാണ് യൂട്യൂബിലൂടെ വന്നിരിക്കുന്നത്. ബാലയെ കല്യാണം കഴിക്കുന്ന സമയത്ത് എലിസബത്തിന് രഹസ്യമായ ഒരു ഡോക്ടറെ വിവാഹം ചെയ്തിരുന്നുവെന്നും ബാലയെ അത് മറച്ചു വെച്ചിട്ടാണ് ബാലയുമായിട്ടുള്ള വിവാഹം ചെയ്തതെന്നുമാണ് കോകിലയുടെ വെളിപ്പെടുത്തൽ. ഇതെല്ലാം കൂടാതെ 15 വർഷമായി എലിസബത്ത് മരുന്ന് കഴിക്കുന്നുണ്ടെന്നും ഇനിയും ബാലയെ അപമാനിച്ചാൽ എലിസബത്തിനെതിരായ ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നുമാണ് കോകില ആരോപിച്ചിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കും നല്ല വിഷമമുണ്ട്. കാരണം ഞാനും ഒരു പെണ്ണല്ലേ. നിങ്ങൾ എല്ലാവരും എന്നെ പിന്തുണയ്ക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ വീഡിയോ ഞാൻ എലിസബത്ത് ചേച്ചിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. 20 മിനിറ്റ് മുമ്പാണ് ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടത്. എന്നെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാമൻ ഒരു ആണായതുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ പറ്റുന്നില്ല. അതൊക്കെ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാകില്ല. പക്ഷെ ഞങ്ങൾക്ക് നാണക്കേടുണ്ട്. ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം നല്ല സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അതുപോലെ നിങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിച്ചിട്ടില്ലേ? അത് ആദ്യം എല്ലാവരോടും തുറന്നു പറയൂ. ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? ആദ്യം നിങ്ങളിൽ ഇവരെയെല്ലാം പറ്റിക്കുകയല്ലേ? അത് അവസാനിപ്പിക്കൂ. നിങ്ങൾ ആദ്യ ഭർത്താവ് ആരാണെന്ന് പറയൂ. അതൊരു ഡോക്ടർ അല്ലേ? നിങ്ങളുടെ ഭർത്താവിനൊപ്പം സന്തോഷമായി ഇരിക്കൂ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ? പിന്നെ എന്തിനാണ് 1.5 വർഷം കഴിഞ്ഞ് ഓരോന്ന് പറയുന്നത്? കല്യാണത്തിന് മുമ്പ് ഇക്കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാൻ ഞാൻ മാമനോട് പറഞ്ഞതാണ്. അന്ന് മാമനാണ് പറഞ്ഞത് വേണ്ട, പാവമല്ലേ, നന്നായി സന്തോഷമായിരിക്കട്ടെ എന്ന്. എന്നിട്ടും ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്? നിങ്ങൾ പറയുന്നത് എത്രത്തോളം സത്യമുണ്ട് കള്ളമുണ്ട് എന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ 15 വർഷമായി മരുന്ന് കഴിക്കുന്നില്ലേ? അതും എല്ലാവരോടും തുറന്നു പറയൂ. എല്ലാവർക്കും അറിയുന്നത് എലിസബത്ത് ചേച്ചി ഒരു ഡോക്ടറാണ്, പാവമാണ് എന്നൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാറ്റിനും ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഞാനൊന്നും വേണ്ട, വിട്ടേക്ക് എന്നാണ് മാമ പറയുന്നത്. നിങ്ങൾ വിവാഹം കഴിച്ച ആൾക്കൊപ്പം സന്തോഷമായി ജീവിക്കൂ. മാമനെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഞങ്ങൾ തെളിവുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാമനും അത് വേണ്ട എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾ ചെയ്തത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. നിങ്ങളുടെ സഹോദരനും മാമനുമായിട്ടുള്ള മെസ്സേജുകളും 2022 നൽകിയ പരാതികളും ഡീറ്റെയിൽസും ഉണ്ട്. ഡിപ്രഷൻ കൂടി ആത്മഹത്യ പ്രവണത കാണിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് സത്യമാണോ എന്ന് പറയൂ. ഇതൊന്നും എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാണിക്കണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. എല്ലാവരും മാമൻ മോശക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മാമന്റെ പേരിൽ നിങ്ങൾ കളങ്കം വരുത്തി. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാവമാണ്. നിങ്ങളുടെ പേരിന് ഒരു മോശം ഉണ്ടാകരുതെന്നാണ് മാമൻ പറയുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ബാക്കി എന്ത് വന്നാലും ഞാൻ നേരിട്ടോളാം. നിങ്ങൾ പോസ്റ്റ് ചെയ്ത ആ വീഡിയോ കാരണമാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്. നിങ്ങൾ വിവാഹത്തിന് ശേഷം മാമനെ പറ്റിക്കാൻ നോക്കി. പിന്നീട് 1.5 വർഷം ശേഷം വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. അതിന്റെ കാരണം എനിക്കറിയില്ല. ഇനി എന്റെ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ട് മറ്റു വിഷയങ്ങൾ പറയൂ കോകില. ഇങ്ങനെ പറഞ്ഞാണ് കോകില അവസാനിപ്പിച്ചത്. ഇതൊക്കെ എങ്ങോട്ടുള്ള പോക്കാണ് എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം.